പെൺകുട്ടികൾക്ക് അച്ഛനെയാണ് ഇഷ്ടം എന്നാണ് എപ്പോഴും അമ്മമാർ പറയണത് കേൾക്കാറുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, എന്താണ് അതെങ്ങനെ? ആൺകുട്ടികൾക്ക് അമ്മമാരെ അങ്ങനെയും പറയാറുണ്ട് അവർ. അപ്പോൾ ഞാൻ എൻ്റെ ലൈഫ് എടുത്ത് നോക്കിയപ്പോൾ എന്താണ് എനിക്ക് അച്ഛനോട് ഏറ്റവും കൂടുതൽ അച്ഛനെ ഇഷ്ടപ്പെടാൻ കാര്യം നോക്കി. അച്ഛൻ വളരെ സോഫ്റ്റ് ആയിട്ടാണ് നമ്മളോട് പറയാ, മോളെ അതങ്ങനെ ചെയ്യണട്ടാ, ഇങ്ങനെ ചെയ്യണട്ടാ, നമ്മുടെ ഒപ്പം നിന്നിട്ട് പറയാം. എന്നെ കഥ വെക്കാനൊക്കെ പഠിപ്പിച്ചത് എൻ്റെ അച്ഛനാട്ടാ. അപ്പൊ അതൊരു കാര്യമാണ് എനിക്ക് അച്ഛനെ ഇഷ്ടപ്പെടാനുള്ളത്. പിന്നെ നമ്മളിങ്ങനെ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അച്ഛൻ്റെ അടുത്ത് പറയേ. അച്ഛനാണ് എന്നെ ഫിസിക്കലി മെന്റലി എല്ലാം നല്ലൊരു ലേഡിയാക്കി തീർത്തത് അച്ഛനാണ് എന്നെനിക്ക് നല്ല എന്താ പറയാ, നല്ല അഹങ്കാരത്തോടുകൂടി തന്നെ പറയാൻ പറ്റും. ഞാൻ ചെറുതിലേക്ക് കടകളിലേക്ക് പോകും, കടയിലൊക്കെ എന്നെ വിടാറുണ്ട്. അപ്പോൾ അത് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളാണല്ലോ. അപ്പൊ ഞാൻ അനിയനെയും കൂടെ കടയിൽ പോകുമ്പോൾ എൻ്റെ അടുത്ത് പറയും, ഈ പരമേശ്വരന്റെ മോളെ എന്ന് പറഞ്ഞ് വിളിക്കുക ആരെങ്കിലും. അപ്പൊ നമ്മൾ തിരിഞ്ഞിങ്ങനെ നോക്കുമ്പോ ആ മീശക്കാരൻ അവിടെ ഉണ്ടോ എന്ന് ചോദിക്കും. ഇന്നതൊക്കെ ആലോചിക്കുമ്പോ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയാ സന്തോഷമാണ്. അന്ന് എനിക്ക് ദേഷ്യം വരുന്നത് എന്റെ അച്ഛനെ മീശക്കാരനെ വിളിക്കൂലെന്ന് വെച്ചിട്ട്. അച്ഛന് നല്ല മീശുണ്ട്, നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. ഈ വീഡിയോയിൽ തന്നെ ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടാറുണ്ട് അച്ഛൻ്റെ. അപ്പോ ആ മീശക്കാരന്റെ മോളാണെന്ന് പറയാനായിട്ട് എനിക്കൊരു മടിയില്ല. പിന്നെ എൻ്റെ അച്ഛനൊരു മത്സ്യത്തൊഴിലാളി കൂടിയാണ് കേട്ടോ. അപ്പോ അച്ഛൻ പോണത് കടലിലേക്കാണ്. ഞാൻ ചെറുതായിരിക്കുമ്പോഴൊക്കെ എൻ്റെ അച്ഛൻ സ്ട്രാങ്കായിരുന്നു ബോട്ടിന്റെ. അപ്പോൾ കടലില് ബോട്ട് ഓടിക്കാന്നൊക്കെ പറഞ്ഞാല് കുറച്ച് ധൈര്യം വേണ്ട പരിപാടി തന്നെയാണല്ലോ. നമ്മളൊരു ഓഫീസ് റൂമിൽ ഇരിക്കണ പോലെ അല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരാള് ഒരു മകളെ മോൾഡ് ചെയ്തെടുക്കുന്നത്, അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും. ഏത് സാഹസത്തിലൂടെയും നടക്കാൻ പഠിപ്പിക്കും. അപ്പോ അച്ഛൻ ഞാനിങ്ങനെ കരയണ പല സിറ്റുവേഷൻസ് വന്നപ്പോ ഞാനൊരു തൊട്ടവാടിയായിരുന്നു, കരയും. അപ്പൊ അച്ഛൻ എന്നെ ചിരിക്കാൻ പഠിപ്പിച്ചു. ആ ചിരിക്കാൻ പഠിപ്പിച്ചത് ഇന്ന് എനിക്ക് ഒരുപാട് ഹെൽപ്പാണ്. ഒരു ലൈഫിലേക്കൊക്കെ വരുമ്പോ നമ്മള് അച്ഛനുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കണ ഒരു പെൺകുട്ടിയാണെങ്കിൽ അവൾക്ക് എന്ത് കാര്യത്തിന് അച്ഛനുണ്ട്, ആ ഒരു എന്താ പറയാ പിൻബലം, അത് നമുക്ക് വല്ലാത്തൊരു എന്താ പറയാ ധൈര്യം തന്നെയാണ് തരാം. അപ്പോ അച്ഛനങ്ങനെ ഒരു സ്ട്രെസ് ഇല്ലാത്ത ഒരു വ്യക്തിയാക്കി എന്നെ മാറ്റി. എന്നുവെച്ചാൽ എത്ര വലിയ പ്രതിസന്ധി ആയാലും പ്രശ്നങ്ങൾ ആ വഴിക്ക് പോവും, ഞാൻ എൻ്റെ വഴിക്ക് പോവും. അത് മാനേജ് ചെയ്യാനും പഠിപ്പിച്ചു. അതുകൊണ്ട് എൻ്റെ അച്ഛനെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം.